സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. പുതിയ രഹസ്യമൊഴിയുടെയും വെളിപ്പെടുത്തലിന്റെയും സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. സുവി വിശ്വനാഥനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുവി, എപ്പോഴാണ് സ്വപ്ന ഇഡിക്ക് മുന്നിൽ ഹാജരായത്? ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാകും ഇഡി സ്വപ്നയോട് ചോദിച്ചറിയുക? അശ്വതി, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് അല്പസമയം മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യാലയത്തിലാണ് സ്വപ്ന സുരേഷ് ഉള്ളത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വപ്ന സുരേഷിന്റെ പുതിയ രഹസ്യമൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ഇഡി ഇപ്പോൾ സ്വപ്ന സുരേഷിനെ വിളിപ്പിച്ചിരിക്കുന്നത്. 27 പേജുള്ള മൊഴി പകർപ്പ് കഴിഞ്ഞ ദിവസം ഇഡിക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ കസ്റ്റംസ് കേസിലും ഇഡി ഈ രഹസ്യമൊഴി പകർപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതും ഇഡിക്ക് ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇവയെല്ലാം മുൻനിർത്തി ഒരു ചോദ്യം ചെയ്യലാണ് നടത്താൻ പോകുന്നത്. ഏതായാലും അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ കള്ളപ്പണ കേസാണ് ഇഡി അന്വേഷിക്കുന്നത്. അതിലെ വിശദ വിവരങ്ങൾ ഇന്ന് സ്വപ്നയിൽ നിന്ന് ചോദിച്ചറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അവയെല്ലാം ഇന്ന് ഇഡി ചോദിച്ചറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ കേസിൽ സ്വപ്ന സുരേഷിനെ ഇഡി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. 2021 നവംബറിലാണ് സ്വപ്ന സുരേഷിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് ഇഡി സ്വപ്നയെ വിളിപ്പിക്കുന്നത്. അതും ഈ പുതിയ രഹസ്യമൊഴിയുടെ ഒരു പശ്ചാത്തലത്തിൽ. പ്രധാനമായും 2016 മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയ സാഹചര്യത്തിൽ ഈ നയതന്ത്ര ചാനലിലൂടെ ഒരു ബാഗ് പണവുമായി ഒരു ബാഗ് UAE-യിലേക്ക് കടത്തി എന്നാണ് സ്വപ്ന സുരേഷിന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഈ രഹസ്യമൊഴിയിൽ ഉണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് അവകാശപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് വരെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. അശ്വതി. ശരി സുവി.